എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് മഹ്ശറിലെ ഏറ്റവും വലിയ പ്രകമ്പനമുണ്ടല്ലോ, മഹ്ശർ എന്ന് പറയുന്ന ലോകത്തിലെ തുലാസ് ഉണ്ടല്ലോ. മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ചോദിച്ചു, ആ തുലാസ് എനിക്കൊന്ന് കാണിച്ചു തരുവോ അല്ലാഹ്? ആ തുലാസ് കാണാൻ ഒരാഗ്രഹമുണ്ട് പടച്ചവനെ. ആ തുലാസ് ഒന്ന് പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചപ്പോൾ ഈസാ നബി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ, ഇത്രയും വലിയ തുലാസ് നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നത് എങ്ങനെയാ? ഇത്രയും വലിയ തുലാസിൽ നിറക്കാനുള്ള നന്മകളുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പഴയ കാലത്തിന്റെ പ്രതാപമുള്ള ആ മനോഹരമായ സായാഹ്നങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാ. ഒരു യാസീൻ ഓതാത്ത വീടുണ്ടായിരുന്നോ? 5 നേരവും നിസ്കാരം ഇല്ലാത്തവരുണ്ടായിരുന്നോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കണ്ട അല്ലേ? വളരെ കൃത്യമായി പടച്ചവന് പേടിയുള്ളവരായിരുന്നു. ഉണ്ണാനും ഉടുക്കാനും കുറവായിരുന്നെങ്കിലും അള്ളാഹുവിനെ മറക്കാത്തൊരു ജീവിതമായിരുന്നു. ഇന്ന് പുകയാത്ത അടുപ്പുണ്ടോ? ഇന്ന് രാവിലെ കൊണ്ട് കളയുന്ന ഭക്ഷണത്തിന് കണക്കുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ അന്നമില്ലാത്ത വീടുണ്ടോ? അവന്റെ അലമാരയിൽ വെച്ചിരിക്കുന്ന കുപ്പായത്തിന്റെ, പാന്റിന്റെ, ഷർട്ടിന്റെ എണ്ണം ഇവിടെ ഇരുന്നുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? ഉസ്താദെ, പോയിട്ട് എല്ലാം ഒന്ന് തട്ടിപ്പറക്കി എണ്ണി നോക്കണം. പഴയതുണ്ട്, പുതിയതുണ്ട്, മീഡിയം ഉണ്ട്, അങ്ങനെ കുറെ ഐറ്റം ഉണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ സോറി പറയാൻ പറ്റൂല. ഉമ്മമാരെ, നിങ്ങളുടെ വസ്ത്രത്തിന്റെ എണ്ണം പറയാൻ പറ്റുമോ? അലമാരയിൽ അടുക്കി വെച്ചിട്ടുള്ള വസ്ത്രങ്ങളുടെ എണ്ണം ഒറ്റ വാക്കിൽ ഈ കസേരയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ? വസ്ത്രം വേണ്ടെന്ന് അഭിപ്രായമില്ല, പുതിയത് വാങ്ങണ്ടെന്ന് അഭിപ്രായമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഗതി എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് ചിന്തിക്കാൻ പറയാ. കല്യാണത്തിന് പോകാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ നിന്നും വസ്ത്രം വാങ്ങിയിട്ട് പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അതിന് മാത്രം പ്രായം എനിക്കില്ല. കല്യാണത്തിനും വിശേഷത്തിനും തൊട്ടപ്പുറത്തെ വീട്ടിലെ സഹോദരന്റെ കയ്യിൽ നിന്നും കടം വാങ്ങി, ഇരവ് വാങ്ങി, കല്യാണം കഴിഞ്ഞിട്ട് തേച്ചു മടക്കി തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കണ്ടവരാണ് ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ. ഒരുപാട് നമ്മളങ്ങ് ഉയർന്നു പോയി, ഒരുപാട് വളർന്നു പോയി. പക്ഷേ ചില മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ഇങ്ങനെയുള്ള സദസ്സുകൾ. ആ മൂല്യങ്ങൾ നെഞ്ചോട് ചേർക്കാനാണ് ഇങ്ങനെയുള്ള ആത്മീയ വജ്രമനോഹാരിതയോടെ തേച്ചുമിനിക്ക് ഇങ്ങനെയുള്ള വചനാമൃതങ്ങൾ പെയ്തിറങ്ങുന്ന വദാനസീഹത്തുകളുടെയും പ്രാർത്ഥനയുടെയും സദസ്സുകൾ. ആ പഴയകാലത്തെ പ്രതാപത്തെ തിരിച്ചു പിടിക്കാനാണ്. എത്രത്തോളം നമ്മുടെ സപ്പോർട്ട് ഇതിന് ആവശ്യമാണ് ചിന്തിച്ചു നോക്കിയേ. ആകെ ഈ കാലത്തുള്ളൊരു പിടിവള്ളിയാണ് ഇങ്ങനെയുള്ള സദസ്സുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ രംഗം കണ്ടപ്പോൾ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, പടച്ചവനെ, എങ്ങനെയാണ് ഈ വലിയ തുലാസിനെ എന്റെ നന്മ കൊണ്ട് നിറക്കുക? ഉമ്മമാരെ, മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ പരിശുദ്ധമായ മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് സൂറത്ത് യാസീൻ ഓതാത്ത ഏതെങ്കിലും ഉമ്മയോ പെങ്ങളോ പഴയ കാലത്തുണ്ടായിരുന്നോ? അവർക്ക് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്നും അക്കൗണ്ട് ഇല്ലായിരുന്നു. അതിലൊന്നും അക്കൗണ്ട് ഇല്ല, അവർക്ക് ബേജാറില്ല. മഗ്‌രിബ് ഇശാഇന്റെ ഇടക്കുള്ള സമയം വീട്ടിലെ ചെറിയ മക്കൾ സംസാരിച്ചാൽ പ്രായമുള്ള രാജാവിന്റെ പവറുള്ള ഒരു കസേരയുണ്ട്, സിംഹാസനത്തിന്റെ പവറുള്ള ഒരു ചാരുകസേര അല്ലേ? എല്ലാ മക്കളും പേടിച്ചിരുന്നു, കൊച്ചുമക്കളും പേടിച്ചിരുന്നു. വല്യാപ്പ കസേരയിൽ ഇല്ലാതിരിക്കുമ്പോഴും അതിലൊന്ന് കയറാൻ ഭയപ്പെട്ടിരുന്ന അദബിന്റെയും ആദരവിന്റെയും മഹത്വത്തിന്റെയും ഒരു കാലമുണ്ടായിരുന്നു. വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ പ്രായമുള്ളവർ വീട് ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്തസ്സുള്ള കാലം, തെറ്റു ചെയ്യാൻ പേടിയുള്ള കാലം, വാപ്പമാരെ പേടിക്കുന്ന കാലം, ഭർത്താക്കന്മാരോട് ആദരവുള്ള കാലം, വാപ്പയുടെ മുമ്പിലൂടെ മക്കൾ നടന്നു പോകാത്ത കാലം. കടന്നു വന്നാൽ അടുക്കള വശത്തുകൂടി കയറി വീട്ടിലകത്ത് കയറും. കാരണം എന്താ? വല്യാപ്പ അവിടെയുണ്ട്, വാപ്പ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. എന്ത് ബറക്കത്തുള്ള കാലമായിരുന്നു!
പണത്തിന്റെയും പ്രതാപത്തിന്റെയും പുത്തമ്പണത്തിന്റെയും പളപളപ്പ് പറയാൻ പറ്റുമ്പോൾ ഈ മൂല്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി നമ്മുടെ ആഖിബത്തിനെ നമ്മൾ പേടിച്ചു കൊള്ളണം. അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. നല്ലതുപോലെ ഒന്ന് മരിക്കണം. ഞാൻ പറഞ്ഞത് പരലോകത്തിന്റെ പ്രകമ്പനങ്ങളിലേക്ക് ചെറിയ ചൂണ്ടുപലകൾ മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള ഏറ്റവും വലിയൊരു തുലാസുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ചില്ലറക്കാരനാണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഖബൂലിയത്തുള്ള സ്വീകാര്യതയുള്ള ഗ്രന്ഥം ഏതാണ്? സഹീഹുൽ ബുഖാരിയ. 16 വർഷം അല്ലാ 6 ലക്ഷം ഹദീസുകൾ ഓടി നടന്ന് സമ്പാദിച്ച്, വണ്ടിയില്ല, വാഹനമില്ല, സൗകര്യങ്ങളില്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹബീബായ പ്രവാചകന്റെ വചനാമൃതം ഒരു വാക്കുണ്ടെന്ന് കേട്ടാൽ ഇമാം ബുഖാരി തങ്ങൾ ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്കിനെ ഏറ്റെടുത്ത് 6 ലക്ഷത്തോളം ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്ത് അല്ലാ 7397 ഹദീസുകൾ ഏകദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബുണ്ടല്ലോ. എന്റെ ചെറിയൊരു അന്വേഷണത്തിൽ 82ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ സഹീഹുൽ ബുഖാരിക്കുണ്ട്. ഉസ്താദന്മാര് സദസ്സിലുണ്ട്, എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. കൂടുതൽ അവർക്കറിയാൻ പറ്റും. അത്രയും വലിയ സ്വീകാര്യതയുള്ള സഹീഹുൽ ബുഖാരി ഉണ്ടല്ലോ. ആ സഹീഹുൽ ബുഖാരിയുടെ അവസാനം ഒരു ഹദീസ് വരുന്നുണ്ട്. ആഖിറു ഹദീസിൻ ദക്കറഹു ഫീ സഹീഹിഹി ഫീ ബാബി ഖൗലിഹി തആലാ വനദഉൽ മവാസീനൽ ഖിസ്ത് വനദഉൽ ഖിസ്ത്. പരലോകത്തിലുള്ള തുലാസിനെ കുറിച്ച് പറയുന്ന, തുലാസിന്റെ വിഷയത്തെ കുറിച്ച് പറയുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ആ ആയത്ത് കൊണ്ടുവരുന്ന അവസാനത്തെ രംഗമുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ അവസാനം ഈ ആയത്താണ് കൊണ്ടുവരുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ വാർഷികമാണ്. നിങ്ങളുടെ സ്വലാത്തിന്റെ ഊക്ക് കേട്ടിട്ട് ഒരു 2 മണിക്കൂറൂടെ വയത് പറയാൻ തോന്നുക. മുഹമ്മദ് മുസ്തഫ മാഷാ അല്ലാഹ്. പനയന്നാർക്കാവിലുള്ളവരൊന്നും മോശപ്പെട്ട ആളൊന്നുമല്ല. സ്വലാത്തിന്റെ വിഷയത്തിൽ വീര്യമുള്ളവരും ചൂടുള്ളവരും അതിന്റെ ചൂരറിയുന്നവരും പ്രണയത്തിന്റെ പ്രകമ്പനങ്ങൾ ഉള്ളിലുള്ളവരും അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് അത്ഭുതം തീർക്കുന്നവരും മനസ്സിൽ മദീനയുടെ മണിയറവൊരുക്കുന്നവരുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പച്ചക്കുബ്ബയിലേക്ക് പറവകളായി, മനോഹരമായ പറവകളായി, റൂഹുള്ള പറവകളായി നമ്മുടെ സ്വലാത്ത് പറന്നു പോകട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടി ധർണ നടത്താനും ഘോഷയാത്ര നടത്താനും സിന്ദാബാദ് വിളിക്കാനും എത്ര വലിയ ആവേശമാ! ആരെക്കുറിച്ചാ പറയുന്നത്? പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ, അഖിലാണ്ടത്തെയും പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ, അഖില ലോകത്തെയും പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ, പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള പ്രവിശാലമായ ഭൂഗോളത്തെ പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് വരെ സയൻസ് പറയുന്നത് 92 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് പ്രപഞ്ചത്തിന്റെ വ്യാസമെന്ന്. അതിന്റെ വ്യാപ്തി എന്നത്രത്തോളം വിശാലമായ പ്രപഞ്ചത്തിന്റെ സർവ്വ അംശങ്ങളെയും അണുക്കളെയും പടച്ച് സംവിധാനിച്ച് സംഹരിക്കാൻ ഒരൊറ്റ കാരണക്കാരനേ ഉള്ളൂ. അത് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറച്ചുറച്ച് സ്വലാത്ത് ചൊല്ലി അലറി വിളിക്കുന്ന അലമാലകളെ സംവിധാനിക്കാൻ കാരണക്കാരൻ മുഹമ്മദ് മുസ്തഫ. അലമാലകളുടെ അടിത്തട്ടിലുള്ള കോടിക്കണക്കിന് അത്ഭുതങ്ങളെ പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വകാനനങ്ങളെയും കാട്ടരുവികളെയും കളകലാരവം മുഴക്കി ഒഴുകുന്ന കാട്ടരുവികളെയും ആ കാട്ടിലൂടെ ഓടുന്ന മാൻപേടകളെയും സർവ്വകാനനങ്ങളിലുള്ള സർവ്വമൃഗങ്ങളെയും ലോകത്തിലുള്ള സർവ്വചേതന അചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടയ്ക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പുണ്യ പ്രവാചകന്റെ പേരുള്ള സദസ്സ. ആ പുണ്യ പ്രവാചകൻ ഈ ആയത്തിന്റെ
വിശദീകരണത്തിൽ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയകാലത്തിന്റെ പ്രതാപത്തിൽ കൈവിട്ടുപോയ സൂറത്ത് യാസീനെ തിരിച്ചു പിടിക്കാൻ കഴിയണം, ഹദ്ദാദിനെ തിരിച്ചു പിടിക്കാൻ കഴിയണം. സായാഹ്ന സമയത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അത് ചെല്ലാത്ത പരിചയമില്ലാത്ത നാവുകൾ ഉണ്ടായിരുന്നു. സായാഹ്ന സമയമാകുമ്പോ പള്ളികളിലും വീടുകളിലും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അറിയാത്ത ഉമ്മമാരുണ്ടായിരുന്നു, നാരിയത്ത് സ്വലാത്ത് ചെല്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നു, സ്വലാത്ത് തിബ്ബ് പരിചയമില്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിന്റെ അകത്തളം എത്ര മനോഹരമായിരുന്നു. സ്വലാത്ത് കൊണ്ടും വിശുദ്ധമായ ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ അദ്കാറുകൾ കൊണ്ടും വസന്തപൂർണമായ അരമനയുടെ അകത്തളം. ഇന്ന് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കലാപക്കളരിയായി. ഉണ്ണാനുണ്ട്, ഉടുക്കാനുണ്ട്. വിശാലമായ പറമ്പിൽ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 2ഉം 3ഉം നിലയുണ്ട്. പക്ഷേ ഒരു ദിവസം സമാധാനത്തിൽ ആ വീട്ടിൽ കിടന്നിട്ടില്ല. തർക്കവും ഭൂകമ്പവും ആ വീട്ടില്. മക്കൾക്ക് വാപ്പാനെ കണ്ടൂടാ, വാപ്പായ്ക്ക് മക്കളെ കണ്ടൂടാ. സഹോദരങ്ങൾ തമ്മിൽ കത്തിക്കുത്ത. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി കലാപമാ കോടതി കയറുകയാ. ഉമ്മാനെ കഴുത്തിറക്കുന്ന മക്കള് വന്നില്ലേ, വാപ്പാനെ കുടിച്ചു മൂടുന്ന മക്കള് വന്നില്ലേ, ഭാര്യയ്ക്ക് വിഷം കൊടുക്കുന്ന ഭർത്താവിന് വിഷം കൊടുക്കുന്ന കുടുംബനാഥനും കുടുംബിനികളും വന്നില്ലേ. പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് സംവിധാനങ്ങൾ കുറവായിരുന്നു, പക്ഷേ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പോയിരുന്നു. എന്താ കാരണം? സായാഹ്ന സമയത്തുള്ള സുബ്ഹാനല്ലാഹ് ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂല് പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, എങ്ങനെയാണ് ആ തുലാസിനെ നിറയ്ക്കുക? പേടിക്കണ്ട കേട്ടോ, ഹബീബ് നമ്മളോട് പറയുന്നു, വനളഉൽ മവാസീനൽ ഖിസ്ത എന്ന ആയത്തിന്റെ താഴെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ. 2 പദമുണ്ട് മക്കളെ. ആരാ പറയുന്നത്? പൊന്നുമോനെ ചിന്തിക്കടാ. അങ്ങല മദീന മുനവ്വറയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ ദിഗന്ധങ്ങളിൽ ഇപ്പോഴും പ്രണയത്തിന്റെ മനോഹാരിത വിരിച്ചുകൊണ്ട് രാജാവായി ഹൃദയത്തിന്റെ താളങ്ങളെ അറിയുന്ന, ഹൃദയത്തിന്റെ പ്രണയബിന്ദുക്കളെ അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 2 കരങ്ങളും നീട്ടി പനയന്നാർ കാവിൽ നിന്നുള്ള സ്വലാത്തിനെ ഏറ്റെടുക്കാൻ ആ മദീന കൊട്ടാരത്തിൽ ഉണർന്നിരിക്കുന്ന നബിയാ. മനസ്സ് നിറച്ച ചൊല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കലിമത്താനി 2 പദമുണ്ട്, 2 വേടുണ്ട്, 2 പദമുണ്ട്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പടച്ചവന് വലിയ ഇഷ്ടമുള്ള പദമാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, ചെല്ലാൻ വളരെ സിമ്പിളായ 2 പദമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഖീലത്താനി ഫിൽ മീസാൻ, നാളത്തെ തുലാസിൽ ഭാരം കൂടുന്ന 2 പദമാണ്. നാളത്തെ തുലാസിൽ ഭാരം കൂടുന്ന 2 പദം. നാവിന് സിമ്പിളായി ചെല്ലാൻ പറ്റുന്ന പദം. ഞാൻ ചുരുക്കുക. അള്ളാഹു തൗഫീഖ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൗഫീഖ് ചെയ്താൽ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല എന്ന് തോന്നുന്നു. ആമീൻ കേട്ടിട്ട് ഒന്നും കൂടെ നോക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പടച്ചവനെ, ഉസ്താദ് ഇന്നെങ്ങും നിങ്ങൾ നിർത്തണ്ടെന്നാണ് 2ാമത്തെ ആമീന് കിട്ടിയ റിസൾട്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. നാവിന് സിമ്പിളായി പറയാൻ പറ്റുന്നത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുലാസ് ഉണ്ടല്ലോ. ഈസാ നബി പ്രകമ്പനം കൊണ്ടുപോയ തുലാസ്, ആ തുലാസിൽ ഭാരം കൂടുന്നത് 2 പദമുണ്ട്. അലാ പറയുന്ന അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ, ഖഫീഫത്താനി അലൽ ലിസാൻ, സഖീലത്താനി ഫിൽ മീസാൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സമാനമായ
സാധ്യമായ മറ്റ് ഹദീസുമുണ്ട്. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് തംലാനിൽ മീസാൻ, മീസാനിനെ നിറയ്ക്കുന്ന ഘനമുള്ള ഭാരമുള്ള രണ്ട് പദങ്ങളാ അൽഹംദുലില്ലാഹും അതുപോലെ സുബ്ഹാനല്ലാഹും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന പഴയ കാലത്തിൽ ചേർത്ത് വെച്ച് മനോഹരമായ ജീവിതം സമ്പാദിച്ച് നാളെയുടെ ലോകത്തിൽ രക്ഷപ്പെടാൻ ഒരുപാട് മധുരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മറന്നു പോകല്ലേ. അല്ലാഹുവേ, പടച്ചവനെ, ഹബീബിന്റെ പൊരുത്തമുള്ള സദസ്സാക്കണേ അല്ലാ. ഹബീബിന്റെ പൊരുത്തമുള്ള സദസ്സാക്കണേ അല്ലാ. ഇനിയും ഇജാബത്തുകൾ മുമ്പ് തന്നതുപോലെ ഇനിയും ഒരുപാട് ഇജാബത്തുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഒട്ടനവധി പ്രയാസ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സർവ്വതിനും ഈ സദസ്സ് പരിഹാരമാക്കണേ അല്ലാ. ഈ സദസ്സുമായി സഹകരിക്കുന്ന, സഹവസിക്കുന്ന, ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന മുഴുവൻ ആളുകൾക്കും ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, സദസ്സപ്പ തുടങ്ങിയാലും പ്രാരംഭത്തിൽ തന്നെ ഓടിക്കോടി സദസ്സ് നിറയ്ക്കുന്ന ഉമ്മ പെങ്ങന്മാരുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സന്തോഷവും സമ്പാദ്യവുമാ. എത്ര ആത്മാർത്ഥമായിട്ടാ വളരെ നേരത്തെ വന്ന ഉമ്മമാര്, വളരെ നേരത്തെ വന്ന പെങ്ങന്മാര്, അവരുടെ സദസ്സ് നിറഞ്ഞു കഴിയുമ്പോഴാ നമ്മളിവിടെ നമ്മുടെ ഈ സദസ്സിൽ ഇങ്ങനെ തുടങ്ങുന്നത്. അത്രത്തോളം സദസ്സിനെ നെഞ്ചോട് ചേർത്ത് തീർത്തുന്ന ഉമ്മമാരുണ്ട്. പടച്ചവനെ, ഉമ്മമാർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഹൃദയാന്തരാളത്തിൽ പൊള്ളുന്ന ഒരു പിടി വിഷമങ്ങളുമായിട്ടാണ് നിറകണ്ണുകളോടെ അവരാമയും പറയുന്നത്. അല്ലാഹുവേ, അവരുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പരലോക ചിന്തയുള്ളവരാക്കണേ അല്ലാ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പടച്ചവനെ, ഈ ലോകത്തേക്ക് വന്നതിന്റെ ലക്ഷ്യം മറക്കാതെ പരലോകത്തെ പുൽകാൻ, ഈമാനോടെ മരിക്കാൻ, ഖബറിൽ രാജകുമാരനായി കിടക്കാൻ. നംകനൗമത്തിൽ അറൂസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു പുതിയ അപ്പളയെ പോലെ, പുതിയ പെണ്ണിനെ പോലെ സന്തോഷത്തോടു കൂടി കിടന്നോ. മലക്കിന്റെ ചോദ്യങ്ങളെല്ലാം കഴിയുമ്പോൾ, സന്തോഷത്തോടെ ഉത്തരമെല്ലാം പറയുമ്പോൾ, മലക്കിന് തന്നെ സന്തോഷമായി കൊണ്ട് മലക്ക് ആശീർവദിച്ചു കൊണ്ട് പറയുമത്രേ, നംകനൗമത്തിൽ അറൂസ്, ഒരു മണിയറയുടെ സുഗന്ധത്തിൽ ഖബറിൽ കിടന്നു, ഒരു മണിയറയുടെ സൗകുമാരികതയിൽ ഖബറിൽ കിടന്നു. പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നറുമണവുമായി കടന്നു ചെല്ലുന്ന മണിയറയുണ്ടല്ലോ, ആ മണിയറയുടെ സുഗന്ധത്തിൽ അങ്ങ് കിടന്നോ എന്ന് പറയുന്നവരിൽ അല്ലാഹുവേ, സാധുക്കളായി ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ. അല്ലാഹു തആല ഖൈർ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ സദസ്സ് നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല മുതബറക്കായ ഒരു സദസ്സ്. സാദാത്യങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. ഹൃദയം നൊന്തും വെന്തും പടച്ചവനോട് കൽവുരുകിക്കൊണ്ട് ആമീൻ പറയുന്ന മുത്തുമുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവിനെ പേടിച്ച് ഹൃദയം പടക്കുന്ന ഉമ്മമാര് പെങ്ങന്മാരുണ്ട്. പാപത്തിന്റെ പരിസരത്തെത്താത്ത, ചോദിച്ചാൽ നിമിഷം ഉത്തരം കിട്ടുന്ന കൊച്ചുമക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട്. എന്തുകൊണ്ടും സമ്പൽ സമൃദ്ധമായ സദസ്സ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ഭാഗ്യവാന്മാർക്കൊരവസരമുണ്ട്, ഒരു 5 മിനിറ്റ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി ഞാൻ ഒഴിയും. തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവരൊക്കെ ഉള്ള സൗകര്യം, കാരണം ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനങ്ങൾ ഒഴുകുമ്പോൾ നമുക്ക് സൗകര്യങ്ങൾ കൂട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സന്തോഷത്തോടെ നമ്മൾ ഈ സദസ്സിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരെ പിന്തുണച്ചും സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം. അല്ലാഹു ഖൈറിലാക്കി തരട്ടെ.
ഉറച്ച ആമീൻ പറയുന്നു. ആമീൻ എന്ന് പറഞ്ഞ വലിയ പവറാണ് മുഅ്മിനീങ്ങളെ. ഈ സദസ്സിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം ആമീനാണ്. ഓരോ ആമീനും നല്ല വജ്ര സമാനമായ മനോഹാരിതയുള്ള നാളത്തെ തുലാസിൽ കിടന്ന് തിളങ്ങാനുള്ളതാ. ചെറിയ കാര്യമല്ല, ഖൽബിൽ നിന്ന് വരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ റഹ്മത്തിന്റെ മലക്കുണ്ടാകും. മുഹമ്മദ് മുസ്തഫ റസൂൽ പറഞ്ഞാൽ പിന്നെ സംശയമില്ലല്ലോ. ഉറപ്പാണ് നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ 100% ഉറച്ചു നിൽക്കുക, ഉറപ്പിച്ച് വിശ്വസിക്കുക. അതാ ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ ഉറപ്പ് കുറയുന്ന കാലം അവസാനത്തെ കാലം. പലരും തെറിച്ചു പോകും. തെറിച്ചു പോകുന്നവരെന്നറിയില്ല ഞാൻ തെറിച്ചു പോയിട്ടുള്ളവരാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഭയമുണ്ടാകണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇതിനേക്കാളും പ്രൗഢമായ ഒരു സദസ്സിൽ നമുക്ക് സംബന്ധിക്കണം. കാരണം കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഈ സദസ്സിലുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ ഇതിന് സമാനമായ സദസ്സിലുണ്ടായിരുന്നവർ ഈ സമയത്ത് അവരെവിടാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു. പലരെയും കാണുന്നില്ല. നമ്മുടെ വലത് ഭാഗത്തുണ്ടായിരുന്നവർ ഖബറിലാണ്, ഇടത് ഭാഗത്തുണ്ടായിരുന്ന പലരും ഖബറിലാണ്. അല്ലെങ്കിൽ ഈ സദസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ രോഗശയ്യയിലാണ്. ഈ കിട്ടുന്ന നിമിഷമുണ്ടല്ലോ, ഈ സെക്കൻഡ് ഉണ്ടല്ലോ, അത് വലിയ മൂല്യമുള്ളതാണ്. അതുകൊണ്ട് ഈമാൻ ഉറച്ച് സദസ്സിനോട് പ്രതികരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത വർഷം ഈ പരിപാടി ഗംഭീരമായി നമുക്ക് നടത്തണം. ഈ ബറക്കത്തുള്ള സദസ്സിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലത്തിന്റെ ഗ്യാപ്പുണ്ട്. ആ അന്നത്തിലേക്ക് എന്താണോ ആഗ്രഹം, എന്ത് മുറാദാണോ, എന്തുദ്ദേശമാണോ 100% ഈമാനോട് ഉറപ്പിച്ച് അടുത്ത കൊല്ലത്തേക്ക് ഒരാട് നിയത്ത് ചെയ്ത് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമുള്ള സഹോദരൻ, ഒരു ഇസ്സത്തുള്ള കൈ, ഒരു ഈമാനുള്ള കൈ, അല്ലാഹുവിനെ ഭയമുള്ള കൈ, ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ. അൽഹംദുലില്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അൽഹംദുലില്ലാഹ് അടുത്ത വർഷത്തേക്ക് ഒരാട് നിയത്ത് ചെയ്ത് ഇതിന്റെ സമുദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് തന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പയായ ഫളിൽ തങ്ങളുടെ ഹദറത്തിലേക്ക് നിയത്ത് ചെയ്തുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സ് എത്ര അനുഗ്രഹീതമാണ്. ഇന്നലെയും സയ്യിദ് അവറുകൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചു, ഇന്നും നമ്മളെ സന്തോഷിപ്പിച്ചു, ഇതിന്റെ ഉദ്ഘാടനം ചെയ്തു തന്നു. ഇനി അങ്ങോട്ട് പറയാൻ തന്നെ നമുക്കൊരു ഭാഗ്യമാണ്, സന്തോഷമാണ്. സയ്യിദ് അവറുകൾ തുടങ്ങി തന്നതാ. മദീനയുമായി ഏറ്റവും വലിയ ബന്ധമുള്ള സയ്യിദ് അവറുകൾ തുടങ്ങി. അല്ലാഹുവേ, അവിടുത്തെ ഫളിൽ തങ്ങളാകുന്ന അവിടുത്തെ ഉപ്പാപ്പയുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ഉറച്ചു പറയാത്തൊരൊറ്റാളും ഈ സദസ്സിലുണ്ടാകരുത്. പടച്ചവനെ അല്ലാഹുവേ, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആ ആമീൻ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. ആ സയ്യിദ് അവറുകൾക്ക് വേണ്ടി ആ ദുആ എടുക്കുന്നത്. പടച്ചവനെ അല്ലാഹുവേ, സയ്യിദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, സിഹത്ത് കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്, എല്ലാ ഖൈറാത്തുകൾക്കുള്ള തൗഫീഖുകളും നൽകണേ അല്ലാഹ്.